എനിക്കും ജീവിക്കണ്ട ഡോക്ടറെ. ഞാനേ 10-20 കൊല്ലം ഗൾഫിൽ കാശൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വന്നു. അതെ, വീട്ടില് ഭാര്യ ഇരിക്കപ്പെടില്ല. എന്നെ പുറത്തേക്ക് വിടില്ലാന്ന്. അതൊക്കെ ഭാര്യ പോകും. ഞാൻ വീട്ടിലിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കും. എന്നിട്ട് വീട്ടിലുണ്ടെന്ന് പറയുമ്പോ മിക്സി ഓൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അവസാനം സൈ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്താൽ പുറത്തേക്ക് പോകുമ്പോൾ മിക്സിന് കൊടുക്കും. അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പോയി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഭാര്യ വിളിച്ചു. ഞാനവിടെ പ്ലഗ് വെച്ചു, മിക്സി ഓൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. വീട്ടിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴുണ്ട് അവൾക്ക് എതിരുണ്ട്. അവളുടെ ഫ്രണ്ടിന്റെ വീടായിരുന്നേ. അതോടുകൂടി ആകെ പ്രശ്നമായി. എനിക്ക് ഇനി ജീവിക്കണം. ഒന്നില്ല അവിടെ തല്ലിക്കൊണ്ടു. ഡോക്ടർമാരുടെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ഡോക്ടർ കൊണ്ടുവരും. നിങ്ങൾ കൂടുതൽ തുറന്ന് സംസാരിക്കും. ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം. അതിന് എന്താ ചെയ്യുന്നത്? പ്രവാസി ആയിരുന്നില്ലേ കുറെ നാള്? അതിന് ചെറിയൊരു മരുന്നുണ്ട്, ടാബ്ലറ്റും അങ്ങനെ കാര്യങ്ങളല്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതൊരു 2 ആഴ്ച ചേട്ടനത് വീട്ടിൽ ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിന് ഒരു സമാധാനം കിട്ടുന്നതെന്ന് തോന്നുന്നു. ഒന്നാമതായി നിങ്ങൾ ഒരുമിച്ചിലേക്ക് എടുക്കുന്നു, ഒരുമിച്ചിലേക്ക് എടുക്കുന്നല്ലേ? ചേട്ടൻ വീട്ടിലൊന്നും ഇതുവരെ ഭക്ഷണം കഴിച്ച് കിടന്നവർക്ക് എടുക്കുക, ചേച്ചി ഉറങ്ങുമ്പോൾ നോക്കുക. ഉറങ്ങി ചേച്ചി നല്ല നിദ്രയിടാകുമ്പോ ചേട്ടൻ ഉറങ്ങരുതിട്ടാ. ചേച്ചിക്ക് അറിയാതെ കിടക്കുന്നുണ്ട്. ചേച്ചി ഞെട്ടിയായിരിക്കും. എന്നിട്ട് ചേട്ടൻ വീട് കൊടുക്കുക, അവിടെ വീട്ടിൽ എടുക്കുക. അപ്പൊ ചേച്ചിക്ക് ദേഷ്യം നയിക്കും. അപ്പൊ ചേട്ടൻ വീട് ഏറ്റിട്ട് കൊടുക്കാൻ പോലെ കാണിച്ചാൽ മതി. എന്നിട്ട് സംസാരിക്കും, ഉറക്കാൻ സംസാരിക്കുക. ആരും തന്റെ പെണ്ണിനെ പറ്റി കുറ്റം പറയുന്നത്? ഇത്ര ഭംഗിയുള്ള സ്വഭാവമുള്ള ഒരു പെണ്ണ് ഈ ലാസ്റ്റ് കപ്പിൽ പോലും ഉണ്ടാവില്ല. എന്നിട്ടാണ് അവളെ പറ്റി കുറ്റം പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഒറ്റ കിടപ്പ് വരിക, ഒരു കിടപ്പ് വരിക. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും ചേട്ടൻ ഭയങ്കര സ്നേഹം ചേച്ചി കൊടുക്കുന്നത്. ചേച്ചി വിചാരിക്കും ചേട്ടനെ വെറുതെ പിടിച്ചു നിർത്തി അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യും. പിറ്റേ ദിവസം ചേച്ചിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ടാവും. ഇതിങ്ങനെ ഒരു 2 പ്രാവശ്യം ആവർത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വിവരം പറയാം. നടക്കുക. ഇതന്നെയല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഇടയ്ക്ക് ഓരോ മാസത്തിലൊരിക്കൽ ചെയ്താൽ വളരെ സൗകര്യത്തിന്റെ കാര്യമില്ല. ചേട്ടൻ ചെയ്തിട്ട് 2 ആഴ്ചയായിട്ട് വന്ന് പറയും കാര്യങ്ങൾ എങ്ങനെയാണ്. അത് പറഞ്ഞിട്ടാ സൈക്യാട്രിസ്റ്റും സൈക്യാട്രിസ്റ്റിന്റെ ഒരു ചികിത്സ. എന്തേ